ഹലോ ഗൈസ്, എല്ലാവർക്കും നിഷീസ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായിട്ട് ഇന്നേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കക്കാരല്ലെങ്കിൽ നമ്മൾ കോഴി വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെ അത് ഞാൻ 10-15 വർഷമായി കോഴി വളർത്തുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. എനിക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ ഇല്ലെങ്കിൽ പോലും എൻ്റെ എക്സ്പീരിയൻസിലൂടെ കുറച്ച് അറിവുകൾ ഞാൻ പഠിച്ചെടുത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സംരംഭം, ഒരു കച്ചവടം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ഏത് കോഴിയാണോ, ചിലവർക്ക് BVT കോഴികളായിരിക്കാം, ചിലർക്ക് ഫാൻസി ടൈപ്പുകളായിരിക്കാം, ചിലർക്ക് പോര് കോഴികളായിരിക്കാം, നാടൻ കോഴികൾ, അത് വിവിധ തരം കോഴികളും പക്ഷികളും എല്ലാവരും വളർത്തുന്ന ആളുകൾക്കനുസരിച്ച് അത് മാറ്റം ഉണ്ടാവും. നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ആ സംരംഭത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അത് വളർത്തുന്ന ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു കോഴി വളർത്തൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്ക് എന്തിനും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കോഴി വളർത്തലുമായിട്ട് മെയിൻ ഇത് ഫസ്റ്റ് പോയിൻ്റാണ്. കോഴി വളർത്തലുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം. അപ്പം നമ്മൾ കോഴിയാണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങ് വാങ്ങിച്ച് വിടാം, അത് വളർന്നോളും, അങ്ങനത്തെ ഉള്ള ധാരണ നമുക്ക് കറക്റ്റായിട്ട് ശരിയാവില്ല. കാരണം കോഴി അത്രയ്ക്കും കാര്യമായിട്ട് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ കോഴി എന്ന് പറഞ്ഞ സംഭവം. സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും മെയിൻ. പിന്നെ നമുക്കൊരു കോഴി വളർത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമ്മൾ തുടങ്ങാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം ഞാൻ ആദ്യം തന്നെ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഒരുപാട് കോഴികൾ വാങ്ങിച്ച് ഒരുപാട് ഉണ്ടാക്കാം. ഒരു 10 പടകൾ വാങ്ങിച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു 100 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാം, ഒരു 10,000 രൂപ ലാഭം കിട്ടും. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. അപ്പം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇതുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള അറിവ് ഒന്നാമത് നമ്മൾ സമയമെടുത്തിട്ടാണെങ്കിലും നമ്മൾ നേടിയെടുക്കണം, ഒന്നാമത്തെ കാര്യം. 2, ചെറിയ തോതിൽ നമ്മൾ മേടിച്ചിട്ട് വേണം ചെയ്യാൻ, രണ്ടാമത്തെ. 3, നമ്മൾ ഒരു കോഴി അല്ലെങ്കിൽ കോഴികൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഷെൽട്ടർ വേണം. നമുക്കത് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ആദ്യം അതിനൊരുക്കണം. അത് ചുമ്മാ നിങ്ങൾ ഒരു കൂടുണ്ടാക്കിയാൽ പോരാ. ആ കൂടുണ്ടാക്കുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള എയർ സർക്കുലേഷനും നമുക്കതിൻ്റെ വാട്ടർ അല്ലെങ്കിൽ തീറ്റ വയ്ക്കാനുള്ള അല്ലെങ്കിൽ മോഷൻസ് അതിന് ക്ലീൻ ചെയ്ത് പോകാനുള്ള സെറ്റപ്പ് നമ്മളെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഷെൽട്ടർ മെയിൻ പ്രാധാന്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കോഴികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് കൊണ്ടുവന്നത് തന്നെ മറ്റു കോഴികളിനൊപ്പം കൊണ്ട് വിടാനൊരിക്കലും പാടില്ല. കാരണം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മുടെ വീട്ടിലെ കോഴികൾക്കും കൂടെ ഈ വൈറസിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കോഴികൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു 1 വീക്ക് അതിന് ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിലേക്ക് നമ്മൾ മാറ്റി നിർത്തണം. ഈ ക്വാറൻറ്റൈൻ കാലഘട്ടത്തിൽ നമുക്കത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു കോഴികൾക്കും കൂടെ അത് പകരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇനി അടുത്തത് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷനാണ്. നമുക്ക് കോഴികൾക്ക് ഓരോ മാസം ഓരോ ക്ലൈമറ്റ് ഡിപ്പെൻഡിനനുസരിച്ച് നമുക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ ലസോട്ട, R2B, IBD അങ്ങനത്തെ കുറേ സ്റ്റാർട്ടിങ് സ്റ്റേജുകൾ കുറച്ചുണ്ട്. പിന്നെ നമുക്ക് കോഴി കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് വാക്സിനേഷൻ കാര്യങ്ങളും കൊടുത്താൽ മതി. ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചായിരിക്കും. കാരണം എല്ലാ ആളുകളും വാക്സിനേഷൻ കൊടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്കതിൽ ലാഭം ഉണ്ടാവില്ല. നമുക്ക് ലാഭം വേണം. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാഭവും നോക്കണം, പ്ലസ് നമുക്ക് അതിനുള്ള മുതൽ മുടക്കും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വാക്സിനേഷൻ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ ചെയ്യണം, അതും ഒരു ഘടകം തന്നെയാണ്. പിന്നെ അടുത്ത എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കുറേ കോഴികളുണ്ട്.
നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യണം എന്നറിയില്ല. നമ്മൾ കുറേ വീഡിയോസ് കാണും, അവിടെ കുറച്ച് ഷോർട്സുകൾ കാണും, ഇവിടെ കുറച്ച് ഷോർട്സുകൾ കാണും. എങ്ങനെ സെയിൽ ചെയ്യണം എന്നറിയില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെന്താണോ വളർത്തുന്നത് അത് അവിടെ നമ്മുടെ നാട്ടിൽ സെയിലുണ്ടോ, അത് നമുക്ക് മൂവിങ് ഉണ്ടോ, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ മെയിനായിട്ട് വേണം. സെയിലും ഇതിന് നിർബന്ധം തന്നെ. നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് സെയിൽ ചെയ്യണ്ടേ. അപ്പം നമുക്ക് സെയിലും അത് ഒരു ഏറ്റവും മെയിൻ ഘടകം തന്നെയാണ്. പിന്നെ നമുക്ക് കൺവിൻസ് ചെയ്യണം, അറിയണം. നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു കോഴി ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള ഒരു കൺവിൻസിങ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണം. പിന്നെ അടുത്ത മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പൊതുവായിട്ടുള്ള ധാരണ കോഴി വളർത്തൽ നഷ്ടമാണ്, എന്ത് ചെയ്തിട്ടും ലാഭമില്ല എന്നുള്ള ഒരു സംഭവം. അപ്പം ഞാൻ 15 വർഷത്തോളമായി കോഴി മേഖലയായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാനതിൽ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് കിട്ടിയത്. എങ്കിലും നമുക്ക് നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി, നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ജോലി നമ്മൾ ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല. അത് മെയിൻ സംഭവം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഇതിൽ ലാഭം ഇതിലെങ്ങനെ കിട്ടിച്ച് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആരും തന്നെ ഒന്നും സഹായിക്കാനുണ്ടാവില്ല. നമുക്ക് ജീവിക്കുന്ന നമ്മൾ വളർത്തുന്ന ഈ ജീവികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കോഴികൾ തന്നെയാണ് നമുക്ക് 10 രൂപ നമുക്ക് സഹായിക്കുള്ളൂ. അപ്പോൾ ആപത്ത് കാലത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകം തന്നെയാണ് ഈ കോഴി എന്നുള്ളത്. നമ്മൾ മെയിൻ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കോഴി വളർത്തൽ തികച്ചും ലാഭമാണെന്നൊരിക്കലും ഞാൻ പറയില്ല. ലാഭം തന്നെയാണ്, അതൊരിക്കലും നഷ്ടപ്പെടില്ല. കാരണം നഷ്ടങ്ങൾ ഇതിൽ എന്തായാലും ഡെഡ് കപ്പാസിറ്റി. പിന്നെ നമ്മൾ ചിലത് പറഞ്ഞാൽ നമ്മൾ എത്ര വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ മരുന്നുകളും എല്ലാ ലിക്വിഡ്സും കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വെള്ളത്തിൽ കലക്കുന്ന എല്ലാ മിനറൽസും കാര്യങ്ങളും വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ കോഴികൾ ചത്തുപോകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്ര 100% നമ്മൾ കോഴികളിന് അത്രയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയാലും ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായിട്ട് എപ്പോഴും ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആകണമനുസരിച്ച് കോഴികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസുഖങ്ങൾ വരും. അത് ഇതിൽ മെയിനായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾ സംസാരിച്ചത്. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല. ഞാൻ കുറേ വർഷത്തോളമായിട്ട് ഇതിൽ കുറേ അനുഭവിച്ച് എൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം. വീണ്ടും അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ പുതിയ അനുഭവങ്ങളും പുതിയ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.